കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. നിയമസഭയിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, എൻ ഷംസുദ്ദീൻ MLA അടക്കമുള്ളവർ മാർച്ചിൽ പങ്കെടുത്തു. BJP പ്രവർത്തകർ കോഴിക്കോട് DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഇത് നേരിയ സംഘർഷത്തിനിടയാക്കി. ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ കോഴിക്കോട് കാര്യാലയത്തിലേക്ക് ഫ്രറ്റേണിറ്റി പ്രവർത്തകരും SDPI പ്രവർത്തകരും മാർച്ച് നടത്തി. തൃശൂർ DE ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും 4998 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ഫ്രറ്റേണിറ്റി പ്രവർത്തകർ കാസർഗോഡ് ജില്ലയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. വിവിധ ബ്യൂറോകൾക്കൊപ്പം കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. +1 സീറ്റ് പ്രതിസന്ധിയിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ബാലാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ ദിവ്യ ഗുപ്തയാണ് നോട്ടീസ് അയച്ചത്. ലോക്സഭാ MP-യായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇംഗ്ലീഷിലാണ് രാഹുൽ സത്യവാചകം ചൊല്ലിയത്. ഉത്തർപ്രദേശ്